ഹലോ, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB NTPC 90 ഡേ സ്റ്റഡി പ്ലാൻ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാം ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുക. ഇതുവരെയുള്ള നമ്മുടെ ക്ലാസ്സുകൾ കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ 90 ഡേ സ്റ്റഡി പ്ലാൻ എന്നുണ്ടാവും. ഇന്ന് വരെ ചെയ്ത എല്ലാ വീഡിയോസും അതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് നോക്കുന്നത് ഇന്ത്യൻ പൊളൈറ്റിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോഴ്സസ്. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പലരിൽ നിന്നും കടം കൊണ്ടതാണ്, ബോറോ ചെയ്തതാണ് അല്ലേ. അപ്പോൾ ആരിൽ നിന്നും എന്തൊക്കെയാണ് എടുത്തത് എന്നറിയാനാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ജുഡീഷ്യറി, നമ്മുടെ നിയമവ്യവസ്ഥ എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് അഡോപ്റ്റ് ചെയ്തത്. പിന്നെ എന്തായിരുന്നു? പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മൾ അത് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു PSCയുടെ ആദ്യകാല സർവീസ് അതായത് ആൾക്കാർക്ക് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത് 1935 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ PSC എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. പിന്നെ ഫെഡറൽ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഗവൺമെന്റ് ഒരു സെൻട്രൽ ഗവൺമെന്റും പിന്നെ സ്റ്റേറ്റിനെല്ലാം വേറെ ഗവൺമെന്റ്, ആ രീതിയിലുള്ള ഭരണം നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് കടം കൊണ്ടത്. പിന്നെ ഓഫീസ് ഓഫ് ഗവർണറുടെ ഓഫീസിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്നാണ് എടുത്തത്. പിന്നെ എന്താണ്? എമർജൻസി പ്രൊവിഷൻസ്, അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ, ആപത് ഘട്ടങ്ങളിൽ ആർക്ക് നിയമം ഒരു തീരുമാനങ്ങൾ എടുക്കാം? പ്രസിഡന്റിന് തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, ആ ഒരു കാര്യമാണ് എമർജൻസി പ്രൊവിഷൻസിൽ വരുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, ഭരണം എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് എടുത്തത്. അപ്പൊ ഈ ഒരു പോർഷനിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്തിൽ നിന്നാണ് എടുത്തത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ തന്നിട്ട് ഏതിൽ നിന്നാണ് ഇത്, നമ്മൾ ഏതാണ് ഇതിന്റെ സോഴ്സ്, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ്. ഓക്കെ, അപ്പൊ അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എന്തൊക്കെയാണ് എടുത്തത്? പാർലമെന്ററി ഗവൺമെന്റ്, നമ്മുടെ പാർലമെന്ററി ഗവൺമെന്റ് ആണ് അല്ലെ. ഈ ഒരു സിസ്റ്റം ബ്രിട്ടീഷുകാരിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടത്. ഇനി റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ രീതിയിൽ, നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള ഒരു കാര്യം. അത്തരം കാര്യങ്ങളൊക്കെ ആരിൽ നിന്നാണ് നമ്മൾ എടുത്തത്? അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തത്. ഇനി ലെജിസ്ലേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ലോ അല്ലെങ്കിൽ നിയമം, അത് നിയമമായി മാറുന്ന രീതി. അത് എങ്ങനെയാണ്? നമ്മളൊരു നിയമം ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു അവതരിപ്പിക്കും, പിന്നെ അത് അംഗീകരിക്കും, then പാസ്സാക്കും. ഈ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യണത്. ഈ ഒരു രീതി എവിടെ നിന്ന് കിട്ടിയതാണ്? ബ്രിട്ടീഷുകാരിൽ നിന്നും കിട്ടിയതാണ്. ഓക്കെ, ഇനി സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക്, ഒരു മനുഷ്യന് അറ്റ് എ ടൈം ഒരു രാജ്യത്തിന്റെ സിറ്റിസൺ മാത്രമേ ആവാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അവിടുത്തെ സിറ്റിസൺ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇനി പുറമേ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്താവും? ഇല്ലാതെയാവും. ഓക്കെ, പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. ദെൻ അടുത്തത് ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ. എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്നിട്ട് ഭരണത്തിനായിട്ട്, അതായത് നമ്മുടെ രാജ്യം ഭരിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആക്കിയിട്ടിരിക്കും. അവരുടെ അണ്ടറിലായിട്ട് കുറച്ച് പേരും കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്നിട്ട് ഭരിക്കുന്നതിനെയാണ് നമ്മൾ ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രൊറോഗേറ്റീവ് റിട്സ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ ഓർഡർ, അതായത് കോർട്ട്
ഗവൺമെന്റ് ഏജൻസിനെ, ഒഫീഷ്യലിനെ അല്ലെങ്കിൽ എന്താ പറയാ ബാക്കിയുള്ള കോർട്ട് അവരിലേക്ക് ഒരു എന്താ പറയാ ലീഗൽ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊറോഗേറ്റീവ് റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗവൺമെന്റിന്റെ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റം പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർക്കെതിരെ കൊണ്ടുവരുന്നതിനെയാണ് പ്രൊറോഗേറ്റീവ് റിട്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഗവൺമെന്റ് സിസ്റ്റത്തിനെ ഡയറക്റ്റ് ചെയ്യുന്നതാണ് പ്രൊറോഗേറ്റീവ് റിട്സ്. ഓക്കെ, ഇനി പാർലമെന്ററി പ്രിവിലേജസ്, അത് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത്. പിന്നെ പാർലമെന്ററി പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നമ്മൾ MP മാർക്കൊക്കെ ഉണ്ട് അല്ലെ, ഗ്രാൻഡ് ഉണ്ട്. പിന്നെ അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് വേറെ ഇന്ററാക്ഷൻസ് ഒന്നുമില്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? ബ്രിട്ടീഷുകാരിൽ നിന്നാണ് അതെല്ലാം നമ്മൾ കൈക്കൊണ്ടത്. പിന്നുള്ളത് ബൈക്യാമറലിസം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതെന്താണ്? രണ്ട് സെപ്പറേറ്റ് ചേംബർ ഉണ്ടാവും അല്ലെ, അപ്പർ ഹൗസ് ലോവർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സെപ്പറേറ്റ് ചേംബർ യൂസ് ചെയ്തിട്ട് ഭരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈക്യാമറലിസം എന്ന് പറയുന്നത്. അതുപോലെ പാർലമെന്ററി പ്രിവിലേജസും ഇതുമൊക്കെ എവിടെ നിന്ന് തന്നെയാണ്? ബ്രിട്ടീഷുകാരിൽ നിന്നാണ് കിട്ടിയത്. പിന്നെന്താണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസ്, ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇവര് ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കിയിട്ട് അവരുടെ അണ്ടറിൽ കുറച്ചു പേര് വർക്ക് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇപ്പം ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്കൊക്കെ ഓഫീസ് ഇതൊരു ലോ ആയിട്ട് ഇതിന്റെ അണ്ടറിലൊക്കെ കൊണ്ടുവരണോ എന്നുള്ളത്. അവർക്കൊരു ഓഫീസ് കൊടുക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അവരുടെ ഓഫീസിന്റെ അണ്ടറിൽ കുറച്ചധികം പേര്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഗവർണറുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, കൺട്രോളറുടെ ഓഫീസിൽ നമ്മൾ പറയാം അല്ലെ, ഇപ്പം കോർട്ടിൽ വർക്ക് ചെയ്യണു എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അങ്ങനെ കൊണ്ടുവന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എവിടെ നിന്നാണ് നമ്മൾ എടുത്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്രിട്ടനിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ, പാർലമെന്ററി ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, പ്രൊറോഗേറ്റീവ് റിട്സ്, പാർലമെന്ററി പ്രിവിലേജസ് ആൻഡ് ബൈക്യാമറലിസം, ഓഫീസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ, ഇത്രയും കാര്യങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഇനി USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട, നമ്മൾ അത് വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാ. റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അമേരിക്കയിൽ നിന്ന്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA നിന്നാണ് എടുത്തത്. പിന്നെ ജുഡീഷ്യറി ഇൻഡിപെൻഡൻസ്, നമുക്കറിയാലേ നിയമത്തിന് ആരെയും അനുസരിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എന്താണ് നിയമം ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാത്ത, ഇന്ന് ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ള കാര്യം നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നാൽ പോലും നമ്മൾ പറയുന്നത് എന്താണ്? നിയമത്തിനെ ആരാലും എന്ത് ചെയ്യാൻ പാടില്ല? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തെളിവുകൾ മാത്രമാണ് എന്ത് ഒരു വിധി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി നമ്മൾ USA നിന്നാണ് എടുത്തത്. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ പ്രോസസ് ആണ്. അതായത് നമ്മൾ ഇപ്പം ഒരു പബ്ലിക് ബോഡി, നമ്മുടെ ഉള്ള പബ്ലിക് ബോഡി, അവർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു റൈറ്റ്, അതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതും എവിടെ നിന്നാണ്? നമ്മൾ USA ഗവൺമെന്റിൽ നിന്നാണ് എടുത്തത്. ഓക്കെ, പിന്നെ ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്. ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ. ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന്, അതായത് ഒരു ലെജിസ്ലേറ്റീവ് ബോഡി അല്ലെങ്കിൽ ലീഗലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന അവർക്ക് ഒരു പബ്ലിക് ഒഫീഷ്യലിനെ അവരുടെ ബിഹേവിയർ കറക്റ്റ് അല്ല, അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരുടെ സ്ഥാനത്ത് നിന്ന് അവരെ പുറത്താക്കാൻ പറ്റുന്ന ഒരു എന്താണ് സിസ്റ്റമാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ആണെങ്കിൽ, ഇന്ത്യയിലാണെങ്കിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ലോക്സഭയും രാജ്യസഭയും കൂടെ തീരുമാനിക്കാം.
ഓക്കെ, രാജ്യസഭ എന്ത് ചെയ്യും? ഈ അലിഗേഷൻസ് കൊണ്ടുവരും. എന്തൊക്കെയാണ് അലിഗേഷൻസ് കൊണ്ടുവരും. എന്നിട്ട് അവിടെ പാസ്സായി കഴിഞ്ഞാൽ അതിനെ ലോക്സഭയിലേക്ക് സബ്മിറ്റ് ചെയ്യും. അവര് റിവ്യൂ ചെയ്തിട്ട് അവിടുത്തെ വോട്ടിംഗ്, അവിടുത്തെ മെമ്പേഴ്സ് വോട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് നടക്കുക. ഇന്ത്യയിൽ ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യണത്. അത് USA നിന്നാണ് എടുത്തത്. ഇനി റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്. ഹൈക്കോർട്ട് ജഡ്ജസിനെയും സുപ്രീം കോർട്ട് ജഡ്ജിനെയും നമുക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്? അത് രണ്ട് പാർലമെന്റ് ഹൗസസ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുക. സുപ്രീം കോടതി ജഡ്ജ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് സുപ്രീം കോടതി ജഡ്ജിനെ ആർക്ക് ഡിസ്മിസ് ചെയ്യാൻ പറ്റില്ല? പ്രസിഡന്റിന് തന്നെ ഡിസ്മിസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഇവിടെ എന്താ ചെയ്യുക? നമ്മള് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? രണ്ട് പാർലമെന്ററി ഹൗസസും ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്ത് അവിടുന്ന് അവര് പാസ്സാക്കി വിടുന്നതിന് തീരുമാനം അറിയിക്കുക, അല്ലെങ്കിൽ അവര് പാസ്സാക്കുന്ന പ്രമേയം അംഗീകരിക്കുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്? പ്രസിഡന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആക്ച്വലി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ്. പക്ഷെ എന്താണ്? പാർലമെന്ററി പ്രമേയം പാസ്സാക്കിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് പോസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? USA ഗവൺമെന്റിൽ നിന്നാണ് എടുത്തത്. അപ്പൊ USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തത് എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്. അടുത്തത് അയർലൻഡിൽ നിന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതെന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ ബോറോ ചെയ്തത് അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെന്താണ്? രാജ്യസഭയിലേക്ക് ഡയറക്റ്റ് നോമിനേഷനിൽ കുറച്ച് ആൾക്കാർ പോവില്ലേ MP-മാരായിട്ട്? ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ അത് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ ഇലക്ഷൻ മെത്തേഡും ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്? അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, ഇത്രയുമാണ് അയർലൻഡിൽ നിന്നും നമ്മൾ ബോറോ ചെയ്തത്. അടുത്തത് കാനഡയിൽ നിന്ന് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ. ഒരു സെൻട്രൽ ഗവൺമെന്റ് അല്ലെ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് വെച്ചിട്ടുള്ള ഒരു ഫെഡറേഷൻ. ആ ഒരു സിസ്റ്റം നമ്മൾ കാനഡയിൽ നിന്നാണ് എടുത്തത്. പിന്നെന്താണ്? വെസ്റ്റിംഗ് ഓഫ് റെസിഡുവറി പവേഴ്സ് ഇൻ ദ സെന്റർ. സെന്ററിൽ കുറച്ചധികം പവേഴ്സ് ഉണ്ട് അല്ലെ. അപ്പം സെന്ററിന് മാത്രമായിട്ട് എന്താണ് കുറച്ച് പവേഴ്സ്. അപ്പൊ അത് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർലമെന്റിലാണ് ഈ റെസിഡുവറി പവേഴ്സ് ഉള്ളത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സുപ്രീം ലോ മേക്കിംഗ് പോളിസി അത് ആരാണ്? പാർലമെന്റിനാണ് എന്ത് കാര്യത്തിനും പുതിയ നിയമങ്ങൾ അവതരിപ്പിക്കാനും പാസ്സാക്കാനും അംഗീകരിക്കാനും ഒക്കെയുള്ള ഒരു ഇതുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. ആ ഒരു സിസ്റ്റം നമ്മൾ അതാണ് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? കാനഡയിൽ നിന്നാണ് എടുത്തത്. പിന്നെന്താണ്? സ്റ്റേറ്റ് ഗവർണേഴ്സിന്, സ്റ്റേറ്റിലുള്ള ഗവർണേഴ്സിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യണത്? സെൻട്രലിൽ നിന്നാണ് അപ്പോയിന്റ് ചെയ്യണത്. സെൻട്രൽ ബോഡി തീരുമാനിച്ചിട്ടാണ് സ്റ്റേറ്റിലുള്ള ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണത്. പിന്നെ അഡ്വൈസറി ജുറിഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന് ഒരു അഡ്വൈസറി ജുറിഡിക്ഷൻ ഉണ്ട്. അത് ആ ഒരു സിസ്റ്റം നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കാനഡയിൽ നിന്നാണ് എടുത്തത്. അപ്പൊ എന്താണ്? ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ, വെസ്റ്റിംഗ് ഓഫ് റെസിഡുവറി പവേഴ്സ് ഇൻ ദ സെന്റർ, appointment of state governors by the center, advisory jurisdiction of the Supreme Court. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് ബോറോ ചെയ്തത്? കാനഡയിൽ നിന്നാണ് ബോറോ ചെയ്തത്. ഇനി ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് എന്നൊരു സിസ്റ്റം നമ്മൾ എവിടെ നിന്നാണ്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തത്. അതായത് നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ കൺകറന്റ് ലിസ്റ്റിനകത്ത് എന്തൊക്കെയാണുള്ളത്? ക്രിമിനൽ ലോ, മാരേജ് ആൻഡ് ഡൈവേഴ്സ്, ബാങ്ക്രപ്റ്റസി, ഇൻസോൾവൻസി, അഡോപ്ഷൻ, സക്സഷൻ, പ്രോപ്പർട്ടി ട്രാൻസ്ഫർ, അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലാത്തത്, രജിസ്ട്രേഷൻ, വെയിറ്റ് മെഷേഴ്സ്, അതുപോലെ പ്രൈസ് കൺട്രോൾ, മെക്കാനിക്കലി, അങ്ങനെ ഫാക്ടറീസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏതിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. അത് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് ബോറോ ചെയ്തത്. ഇനി ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്. അപ്പം നമുക്ക് എന്തും കൂടെ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നും നമ്മൾ എടുത്തു? ഫ്രീഡം ഓഫ് നമുക്ക്
കച്ചവടം ചെയ്യാനുള്ളത്, കൊമേഴ്സിനുള്ളത്, ഇന്റർകോഴ്സിനുള്ളത്, ഇത്തരത്തിലുള്ള ഫ്രീഡം ഒക്കെ എവിടെ നിന്നാണ്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തത്. പിന്നെ പാർലമെന്റിന്റെ 2 ഹൗസിന്റെയും ജോയിന്റ് സിറ്റിംഗ്, അതും നമ്മൾ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനെ കണ്ടിട്ടാണ് ഇവിടെ ഫോളോ ചെയ്തത്. അപ്പൊ കൺകറന്റ് ലിസ്റ്റ്, ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ 2 ഹൗസസ് ഓഫ് പാർലമെന്റ്. ഇനി വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി. അപ്പോ നമ്മൾ ജർമ്മനിയിൽ നിന്ന് എടുത്തൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കുറച്ചെണ്ണം പറഞ്ഞു അല്ലെ, അത് എടുത്തു കളയാനുള്ള റൈറ്റ്, അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ, അടിയന്തരാവസ്ഥ എന്ന് പറയും. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിനുള്ള അവകാശം പോലും ഇല്ലാണ്ടാവും. അത് വളരെ അപൂർവമായിട്ട്, അത്രയും എമർജൻസി സിറ്റുവേഷൻസിലാണ് നമ്മൾ അത് ചെയ്യാറ്. ആ ഒരു കാര്യം നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ജർമ്മനിയിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, അടുത്തത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിപ്പബ്ലിക് ആൻഡ് ദ ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ പറയുന്ന ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്ന്, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് റിപ്പബ്ലിക് എന്നൊരു കാര്യവും ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബോറോ ചെയ്തത് ഫ്രാൻസിൽ നിന്നാണ്. ഇനി റഷ്യ, USSRൽ നിന്ന് എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഒരു പൗരന്റെ മൗലിക അവകാശങ്ങൾ പോലെ തന്നെ അടിസ്ഥാനമായിട്ട് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? റഷ്യയിൽ നിന്നാണ് എടുത്തത്. പിന്നെന്താണ്? ഐഡിയൽ ഓഫ് ജസ്റ്റിസ് ഇൻ ദ പ്രിയാമ്പിൾ ഐഡിയൽ ജസ്റ്റിസ് നമ്മൾ എവിടെ നിന്നാണ് ബോറോ ചെയ്തത്? റഷ്യയിൽ നിന്നാണ് ബോറോ ചെയ്തത്. അപ്പൊ ഇത്രയും. ഇനിയുണ്ട് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അമെൻമെന്റ് നമ്മൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പറയും. അപ്പൊ ജസ്റ്റ് ഇപ്പൊ എന്തൊക്കെയാണ്, ഏതിൽ നിന്നൊക്കെയാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയാൽ മതി. രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യണത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തത് യൂസ് ചെയ്തിട്ടാണ്. പിന്നെന്താണ്? ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ആ ഒരു കാര്യം നമ്മൾ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തത്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം നമ്മൾ എന്തൊക്കെയാണ് ഇതെന്ന്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുത്തു. PSC, ജുഡീഷ്യറി, ഫെഡറൽ സ്കീം, ഓഫീസ് ഓഫ് ഗവർണർ, എമർജൻസി പ്രൊവിഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ് ഒക്കെ അതെന്നായിരുന്നു. ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പാർലമെന്ററി ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, prerogative writs, parliamentary privileges and bicameralism, office of controller and auditor general, ഇത്രയും കാര്യങ്ങൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂന്റ് എന്നാണ് എടുത്തത്. USA എന്നാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്. അപ്പൊ ഞാനിത് ഇങ്ങനെ അവിടെ ഇവിടെ ഇല്ലാണ്ട് പറഞ്ഞു പോകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതൊക്കെ പിന്നെ എപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇതെല്ലാം നമ്മൾ പുറകെ ക്ലാസ്സുകളിൽ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അയർലൻഡിൽ നിന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, ഇത്രയും കാര്യങ്ങൾ അയർലൻഡിൽ നിന്നാണ്. കാനഡയിൽ നിന്നാണെങ്കിൽ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ, വെസ്റ്റിംഗ് ഓഫ് റെസിഡുവറി പവേഴ്സ് ഇൻ ദ സെന്റർ, അപ്പോയിന്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെന്റർ, അഡ്വൈസറി ജുറിഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷന് കൺകറന്റ് ലിസ്റ്റ്, ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് ഓഫ് പാർലമെന്റ്. വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിന്ന് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിന്ന് റിപ്പബ്ലിക് ആൻഡ് ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ. റഷ്യയിൽ നിന്നാണെങ്കിൽ എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ദ ഐഡിയൽ ഓഫ് ജസ്റ്റിസ് ഇൻ ദ പ്രിയാമ്പിൾ. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണെങ്കിൽ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും രാജ്യസഭാ മെമ്പേഴ്സിന്റെ ഇലക്ഷനും. ജാപ്പനീസ് എന്നാണെങ്കിൽ എന്താണ്? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നും കടം കൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ എന്താണെന്നും അതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ എന്താണെന്നും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ക്ലാസ്സുകൾ പുറകെ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നിങ്ങളിത് ഫോളോ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ റെയിൽവേയുടെ എക്സാമിന് ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും താങ്ക് യു.